കിണർ. ഉത്തമമായ സ്ഥാനത്ത് കിണർ കുഴിപ്പിക്കണം. ഏറ്റവും നല്ലത് വടക്ക് കിഴക്കേ മൂലയിലാണ്. കിണർ ഒരിക്കലും വറ്റാൻ ഇടവരരുത്. കിണറ്റിൽ നിന്ന് നിത്യേന ജലമെടുത്തുകൊണ്ടിരിക്കണം. കിണറ്റിൽ മാലിന്യങ്ങൾ, മണ്ണ്, കല്ല് ഇവ ഇടുക, തുപ്പുക, കിണറ്റിനടുത്ത് വൃക്ഷങ്ങൾ നടുക ഇവ അരുത്. ജലത്തിന് നല്ല സൂര്യപ്രകാശം കിട്ടണം. ജലത്തിന് ഗുരുത്വമുണ്ടാകാതിരിക്കാൻ നിത്യേന തുടിച്ച് ജലം കോരിയെടുക്കണം. തുടിച്ചെന്ന് ചിലർ പറയും ഇടിച്ചെന്ന് പറയും. തൊട്ടിയിട്ടിട്ട് തട്ടുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. കിണർ വലയിട്ട് സൂക്ഷിക്കണം. വർഷത്തിലൊരിക്കൽ ചേറു നീക്കി കിണർ വേണ്ടത്ര താഴ്ത്തിക്കൊണ്ടിരിക്കണം. കിണറ്റിൻ്റെ ചുറ്റും മണ്ണിടിയാതിരിക്കാൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കിണറ്റിന് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിക്കണം. പൂജാമുറി. നമ്മുടെ എല്ലാ വീട്ടിലും പൂജാമുറി ഉണ്ടായിരിക്കണം. പൂജാമുറിക്ക് ശ്രീ ഭഗവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി, അഷ്ടമംഗല വസ്തുക്കൾ, ആവണപ്പലക, ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ, ഗ്രന്ഥം എന്നിവ വേണം. പൂജാമുറി നിത്യേന വൃത്തിയാക്കി സുഗന്ധപുഷ്പങ്ങൾ, സുഗന്ധവസ്തുക്കൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. നിത്യവും 2 നേരം 2 വശവും തിരിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിക്കണം. പ്രാതസന്ധ്യയിൽ ഗ്രന്ഥപാരായണവും സായം സന്ധ്യയിൽ ഭജന, നാമജപം എന്നിവയും വേണം. പൂജാപുഷ്പങ്ങളും പൂമാലകളും ചാർത്തിയിരിക്കണം. പൂജാപാത്രങ്ങൾ വേണം. നിത്യവും പൂജ, നിവേദ്യം എന്നിവ നടത്തുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിലവിളക്ക് ഓട്ടുവിളക്കാവണം. എണ്ണ നിറയെ ഒഴിക്കണം. കരിന്തിരി കെടാൻ ഇടവരരുത്. ഓരോ ദിവസവും വിളക്ക് തുടച്ച് പുതിയ എണ്ണ ഒഴിച്ച് പുതിയ തിരിയിട്ട് കത്തിക്കണം. വിളക്ക് തെളിയിച്ചാൽ ദീപപൂജ ചെയ്യണം. വീട്ടിനകത്തെ എല്ലാ അംഗങ്ങൾക്കും, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയ്ക്കും എല്ലാ മുറികളിലും ദീപം കാട്ടണം. ചന്ദനത്തിരി, ദശാംഗം എന്നിവ കത്തിക്കുന്നതും നല്ലതാണ്. ദീപം കൊളുത്തുന്നത് ഒരു ദിവസവും മുടങ്ങരുത്. വിളക്ക് തറയിൽ വയ്ക്കരുത്. തെക്ക് സൈഡും വടക്ക് സൈഡും പൂജാമുറി വയ്ക്കാൻ പാടില്ല കേട്ടോ.